പ്രകൃതിയിൽ എല്ലാറ്റിനും താളമുണ്ട്, ലയമുണ്ട്, സംഗീതമുണ്ട്. ഒരുപക്ഷെ നന്നേ ചെറുപ്പത്തിൽ തന്നെ ഇത് തിരിച്ചറിഞ്ഞു എന്നതാണ് ജലീൽ മാളിയേക്കലിൻ്റെ പ്രത്യേകത. ഉത്തരേന്ത്യൻ സംഗീതോപകരണമായ ജലതരംഗത്തിൽ വിസ്മയം പടർത്തുകയാണ് ഈ പ്രവാസി പ്രതിഭ. ഇത് മാളിയേക്കൽ ജലീൽ, മസ്കത്തിലെ പഴയകാല പ്രവാസി. ബഹുമുഖ പ്രതിഭ എന്നൊക്കെ വിശേഷിപ്പിച്ചാൽ ഈ തലശ്ശേരിക്കാരന്റെ കാര്യത്തിൽ ചിലപ്പോഴത് കുറച്ചിലായി പോകും. കാരണം ജലീലിന് വഴങ്ങാത്ത സംഗീത ഉപകരണങ്ങളില്ല. ആയിരത്തി 1974 ഫോട്ടോഗ്രാഫറായാണ് മസ്കത്തിലെത്തിയതെങ്കിലും ജലീൽ അറിയപ്പെട്ടത് സംഗീത രംഗത്താണ്. ഒരു കാലത്ത് മസ്കത്തിലെ ഗാനവിരുന്നുകൾക്ക് മാത്രമല്ല, ക്രിസ്ത്യൻ ദേവാലയങ്ങളിലെ ക്വയറുകൾക്ക് വരെ മാളിയേക്കൽ ജലീലിനെ വേണമായിരുന്നു. 1980 ഞാനിവിടെ ഒമാൻ ഖലീൽ ജിബ്രാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അറബി ഗായകന് വേണ്ടിയിട്ട് ഞാൻ ഗിറ്റാർ വായിച്ചിരുന്നു. ഒമാൻ TV-യിൽ പ്രത്യേകിച്ച് അറബിക് മ്യൂസിക്കിന് വെച്ചാൽ ഇവിടെ അറബികളെ മാത്രമേ എടുക്കാറുള്ളൂ. ഇന്ത്യക്കാരെ മറ്റേ ആര് ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കാൻ എടുക്കാറില്ല. അവർക്ക് അവരെ അറബി പാട്ട് ഇതല്ലായിരുന്നു. പക്ഷെ ആദ്യമായിട്ട് ഖലീൽ ജിബ്രാൻ എന്നുള്ള ആൾ എന്നെ ഗിറ്റാർ വായിക്കാൻ ക്ഷണിച്ച്. ജലീലിനെ കൂടുതൽ ശ്രദ്ധേയനാക്കുന്നത് ഈ സംഗീത ഉപകരണത്തിലെ പ്രാവീണ്യമാണ്. ജലതരംഗം. വളരെ അപൂർവം പേർക്ക് ജലതരംഗം വായിക്കാൻ വശമുള്ളൂ. ഉപ്പ TC മൊയ്തുവിൽ നിന്നാണ് ജലീൽ ജലതരംഗം വായിക്കുന്നത് കണ്ടുപഠിച്ചത്. പിതാവ് തലശ്ശേരിയിൽ ഒരു പ്രോഗ്രാം ഉണ്ട്. ആദ്യമായിട്ട് ആ പ്രോഗ്രാമിന് ജലതരംഗം, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന 6ാം ക്ലാസ് പഠിക്കുന്ന നേരം പിതാവ് ഈ ജലതരംഗം ആദ്യമായിട്ട് ഒരു പള്ളിൻ്റെ ആവശ്യത്തിന് വേണ്ടി ജനശലാകരണാർത്ഥം ജലതരംഗം വായിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കണ്ടത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ നിന്നാണ് ഞാൻ ജലതരംഗം പഠിച്ചത്. ഞാൻ ആദ്യം ജലതരംഗം കേൾക്കുന്നത്, ജലതരംഗം എന്ന ഇൻസ്ട്രുമെന്റിനെ പറ്റി അറിയുന്നത് അദ്ദേഹത്തിൽ നിന്നാണ്. അന്ന് ഇന്ത്യയിൽ പാട്ടിന് അകമ്പടിയായി ജലതരംഗം വായിക്കുന്ന ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അത് TC മൊയ്തു ആയിരുന്നു. ഇപ്പോഴാ സ്ഥാനം ജലീലിനാണ്. പിതാവിൽ നിന്ന് പകർന്നു കിട്ടിയ സംഗീതം ജലീൽ തന്റെ പുതിയ തലമുറയ്ക്കും പകർന്നു നൽകി. ഭാര്യ ആയിഷ, മക്കളായ റമീനും ഷാജിയും ലാമിയയും മരുമക്കളും കൂടി ചേർന്നാൽ വീട് സംഗീത സാന്ദ്രമാകും. കരകൗശല രംഗത്ത് പരീക്ഷണങ്ങൾ നടത്തുന്ന ജലീൽ സ്വന്തം കൈകൊണ്ട് തന്നെ സംഗീത ഉപകരണങ്ങൾ നിർമ്മിച്ചിരുന്നു. ഈ വിദ്യകളും ഉപ്പയിൽ നിന്ന് പകർന്നു കിട്ടിയതാണ്. വയസ്സ് 70 പിന്നിടുമ്പോഴും
വെറുതെ ഇരിക്കാൻ ജലീൽ തയ്യാറല്ല. പാട്ടായും വാദ്യങ്ങളായും പാഴ്വസ്തുക്കളിൽ നിന്നുള്ള നിർമ്മിതികളായും ജലീൽ തിരക്കിലാണ്. ഭിന്നതയല്ല, ഐക്യവും കെട്ടുറപ്പും തന്നെയാണ് പ്രധാനം. അത് എല്ലാവരേക്കാളും തിരിച്ചറിയുന്നു എന്നതാണ് ഗൾഫ് രാജ്യങ്ങളുടെ പ്രത്യേകതയും. ഇപ്പോൾ നടക്കുന്ന സമാധാന നീക്കങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും. ലുലു വീക്കെൻഡ് അറേബ്യ അവസാനിക്കുന്നില്ല. ഈ എപ്പിസോഡിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയിരുത്തൽ, വിമർശനങ്ങൾ ഞങ്ങൾക്ക് പ്രധാനമാണ്. വീക്കെൻഡ് അറേബ്യയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവ നിങ്ങൾക്കും നിർദ്ദേശിക്കാവുന്നതാണ്. വീക്കെൻഡ് അറേബ്യയുടെ മുൻ എപ്പിസോഡുകൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക, media1tv.in. തൽക്കാലം വിട. അടുത്ത വാരാന്ത്യത്തിൽ വീണ്ടും.